ജീവാലയിൽ വന്നപ്പോൾ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കപ്പിൾസായിട്ട് തന്നെ ഭക്ഷണവും ഞങ്ങൾക്ക് കുറേ സംസാരിക്കാനുള്ള ഇടം ജീവാലയിൽ തന്നെയുണ്ട്. ഈ ജാതിത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഞങ്ങൾക്ക് നടന്ന് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടുത്തെ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ക്ലാസ്സുകൾ വരെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഞങ്ങളെ കൊണ്ട് കുറേ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഓരോരുത്തരും ക്ലാസ് എടുക്കുന്നത്. വന്നവർ പോലും അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് എക്സാംസ് വരുന്നത്. അതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ ഒരു വെച്ചാൽ എന്താ പറയുക, ലൈഫ് എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കളവില്ല. അവരുടെ തന്നെ എക്സാമ്പിളാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലും അതേപോലത്തെ ഒരു ബെസ്റ്റ് കപ്പിൾസ് ആവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ലൂയി സെലീൻ ദമ്പതികൾ അവർ വിശുദ്ധരാണ്. ആ വിശുദ്ധർ കൊച്ചുറേച്ചയുടെ മാതാപിതാക്കളാണ്. അപ്പോൾ അവരെപ്പോലെ വിശുദ്ധ ഒരു കപ്പിൾസ് ആവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആ ഒരു ആഗ്രഹത്തിൽ ഇനിയും പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറായി വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അത് ഒരുപാട് നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും പുറത്തോട്ട് കാണിക്കാനായിട്ട് നമുക്ക് നല്ല അനുകൂലമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പാരൻസിന് കിട്ടാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഇവിടുന്ന് കിട്ടിയ ഓരോ ക്ലാസ്സിന് കിട്ടിയ ഓരോ പോയിന്റ്സ് വെച്ച് ഞങ്ങളുടെ ബന്ധം ഊട്ടുറപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്നുവെച്ചാൽ കഴിഞ്ഞ ജനറേഷൻസിന് പാരൻസിന് പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി പുതിയ കാലത്തിൽ എങ്ങനെ നല്ല ബെസ്റ്റ് കപ്പിൾസ് ആവണം എന്നുള്ളൊരു മാതൃക എക്സാമ്പിൾസ് കൂടി നമുക്ക് ഈ ധ്യാനത്തിൽ കിട്ടും. ധ്യാനത്തിൽ കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്തു. സെക്ഷൽ ലൈഫിനെ കുറിച്ചും പാരൻറ്റിങ്ങിനെ കുറിച്ചും നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയാണെന്ന് കുറേ ക്ലാസ്സിൽ എടുത്തു. പക്ഷെ അത് പലപ്പോഴും യൂട്യൂബുകളിലും മറ്റും നമുക്ക് കിട്ടാത്ത ടോപ്പിക്സുകൾ ചിലപ്പോൾ കിട്ടാറുണ്ട്. ഫാമിലീസും സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. പക്ഷെ തിരുവിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റ് ജീവാലയിൽ വന്നപ്പോഴാണ് എനിക്കത് കൂടുതൽ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. തിരുവിവാഹം ബിക്കോസ് ഇറ്റ്സ് എ സാക്രമെന്റ്. ക്രിസ്ത്യൻസിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു കൂടാശയാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ ഞങ്ങളില്ല. കാരണം ക്രിസ്തു എപ്പോഴും ഞങ്ങൾ മധ്യേ ഉണ്ടാവണം. ആ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം പലപ്പോഴും വിവാഹങ്ങൾ ഇപ്പോൾ കൊമേഴ്ഷ്യലൈസ് ആയി പോവാണ്, കച്ചവടമായി മാറാണ്. അപ്പോൾ ആ ഇതിനകത്ത് അത് അങ്ങനെയല്ല, ഒരു വിശുദ്ധമായി ആചരിക്കേണ്ട ഒന്നാണ്. ജീവാലയിലുള്ള ഈ പ്രോഗ്രാം കൂടാണ്ട് ജീവാലയിൽ അനവധി കപ്പിൾസിന് വേണ്ടിയുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട്. പാരൻറ്റിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ബേബി ഷൈൻ ഉണ്ട്, പിന്നെ അതുപോലെ ഈ മാരേജ് കഴിഞ്ഞിട്ട് ശരിയല്ലേ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 3 ദിവസം പോയതേ അറിഞ്ഞില്ല. എനിക്ക് പോകാൻ പോലും തോന്നല. കാരണം ആള് പറയുകയും ചെയ്തു ധ്യാനത്തിൽ ഇന്ന് കഴിഞ്ഞല്ലോ പോണല്ലോ എന്നൊരു തോന്നൽ വന്നു.